ടിപ്പു സുൽത്താൻ എന്ന പേര് ആഘോഷിക്കപ്പെടുന്നത് സുൽത്താൻ എന്താണ് പ്രശ്നം? അതാണ് എനിക്കറിയാം. ടിപ്പു സുൽത്താൻ ആരാണ്? കേന്ദ്രത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കാര്യം. ഇത് കൊള്ളയടിക്കുക എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കൊള്ളയടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ കേരളം വലിയൊരു കടക്കണയിലേക്ക് പോകുന്നു. ആ കടക്കണയിൽ നിന്ന് കരകയറാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു നിലവറ തുറന്നാൽ പോരെ? ജനങ്ങളുടെ നികുതിപ്പണം അപഹരിച്ച് വിദേശത്തേക്ക് കടന്നുപോയ ഒരു കള്ളന്റെ പേരിൽ ഇന്നും ശബരിമലയിലെ ആ റോഡ് അറിയപ്പെടുന്നുണ്ട്. മുസ്ലിം പള്ളികളില്ലാത്ത എന്ത് സമ്പത്താണ്? അല്ല, ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുകൾ കണ്ടെടുത്തിട്ടുള്ളത്. ഭാരതത്തിന്റെ പൈതൃകമല്ല, ഇത്രയും ഇന്ത്യയിൽ വെട്ടിമുറിച്ച് മുറിപ്പാടുകൾ ഉണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ്. ശ്രീപത്മനാഭന്റെ കൊടിമരത്തിൽ ഞാൻ എൻ്റെ കുതിരയെ കെട്ടും. കുതിരക്കുളമ്പടിയുമായി മൈസൂർ കാടുകൾ കടന്ന് കേരളത്തിലേക്ക് എത്തിയ ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരിയുടെ വാക്കുകളായിരുന്നു അത്. തിരുവനന്തപുരത്തേക്കുള്ള അനന്തപുരിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ആലുവയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട് തുരത്തപ്പെട്ടു പോയ ആ ഭരണാധികാരിയുടെ ആയുധപ്പുരയാണ് സുൽത്താൻ ബത്തേരി. ആ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന ചർച്ചകൾ കൊണ്ട് സജീവമാവുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ. ആ പേരുമാറ്റം അനിവാര്യമാണോ? നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം സജീവമായി മുമ്പോട്ട് പോകുന്നത്. ഗണപതി വട്ടം എന്ന വയനാട് ജില്ലയിലെ ഒരു പ്രദേശത്തിൻ്റെ പേര് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരി എന്നാവുകയും ആ പേരിപ്പോൾ തിരിച്ച് ഗണപതി വട്ടമാക്കണമെന്നാണ് സുരേന്ദ്രൻ ഉയർത്തുന്ന വാദം. എന്താണ് അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. K. സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച ഈ വാദത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. വയനാട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാദപ്രതിവാദം മുന്നോട്ട് വെക്കുന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ഒരു ആവശ്യം BJP പോലെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടോ? തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കാര്യം. ഹിന്ദു പരമായിട്ടുള്ള പേരുകൾ, ഹിന്ദു സ്ഥാപനങ്ങൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഉള്ള സംഭവങ്ങൾ പൊക്കിക്കൊണ്ട് വരുന്നത് ഇലക്ഷൻ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതൊരു വാദമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാദമായിട്ട് മാറുമ്പോൾ അത് അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ കൂടുതൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ അങ്ങനെ ഒരു അജണ്ട തന്നെയാണ് ഇപ്പൊ K. സുരേന്ദ്രൻ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടിപ്പു സുൽത്താൻ എന്ന പേര് ആഘോഷിക്കപ്പെടുന്നത് സുൽത്താൻ എന്താണ് പ്രശ്നം? അതാണ് എനിക്കറിയാം. ടിപ്പു സുൽത്താൻ ആരാണ്? ടിപ്പു സുൽത്താൻ മുഗൾ പാരമ്പര്യമുള്ള ഒരു സുൽത്താനായിരുന്നു. അദ്ദേഹം ഒരു മൈസൂർ രാജ്യത്തെ ഭരിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു എങ്ങനെയാണ് ഒരു ഫ്രഞ്ച് സൈന്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പട നയിച്ച ഒരാൾ എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകുന്നത്? ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചിരുന്ന വ്യക്തി. അങ്ങനെയല്ല, ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ സാധിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായി സുൽത്താനായി വാഴാമെന്ന് പറയുന്ന ഒരു മോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ടിപ്പു സുൽത്താൻ നയിച്ച പോരാട്ടങ്ങളും. അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ടിപ്പുവിന്റെ പടയോട്ടത്തെ കുറിച്ച് നമ്മൾ എന്താ പഠിക്കുന്നത്? ടിപ്പുവിന്റെ പടയോട്ടക്കാലം എങ്ങനെയാണ്? ഇപ്പോൾ ടിപ്പു കേരളത്തിലേക്ക് എത്തി, മലബാറിലേക്ക് എത്തി, മധ്യ കേരളത്തിലേക്ക് എത്തി. അതെങ്ങനെയാണ്? കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. കേരളത്തിലെ നാട്ടുരാജാക്കന്മാരും നാടുവാഴികളുമായി നിലനിന്നിരുന്ന വലിയൊരു തർക്കം അവിടെ അക്കാലത്തുണ്ടായിരുന്നു. ആ തർക്കത്തെ മുതലെടുത്തുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ആദ്യമായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ ഭിന്നത, ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഭിന്നത മുതലെടുത്തുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ഓരോ സ്ഥലങ്ങളും ഓരോ പ്രദേശങ്ങളും വെട്ടിപ്പിടിച്ചത്. അങ്ങനെ മുതലെടുപ്പ് നടത്തി കേരളത്തിലെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്നല്ലാതെ എങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അദ്ദേഹം ഭാഗമാകുന്നത്? അതെ, അദ്ദേഹം ഒരു സുൽത്താൻ ആയിരുന്നു. അദ്ദേഹം നാട്ടുരാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിരുന്നു. അതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. മൈസൂർ കടുവ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാര്യം അത്രയും പോരാട്ട വീരനായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ അതേ ജന്മനാട്ടിൽ ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്നത് പോലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അതെ, ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമരം നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരായിരുന്നു ഒരു കാലത്ത് നമ്മളെ അടക്കി വാണ്ടിരുന്നത്. അപ്പൊ ടിപ്പു സുൽത്താൻ നാട്ടുരാജ്യങ്ങൾ എത്ര പിടിച്ചെടുത്തു എന്നുള്ളതല്ലായിരുന്നു അന്നത്തെ പ്രശ്നം. അന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തി ഓടിക്കുക എന്നുള്ളതായിരുന്നു. അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തി തന്നെയാണ് ടിപ്പു സുൽത്താൻ. ക്ഷേത്രങ്ങൾ തകർക്കുന്നത്, ക്ഷേത്രങ്ങൾ തകർത്തുന്ന ഒരു കാരണമുണ്ട്. ക്ഷേത്രങ്ങളിലായിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നിധി, അതായത് സ്വർണ്ണങ്ങളായാലും വൈരങ്ങളായാലും. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 3 നിലവറകത്തുനിന്നാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പടയോട്ടം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തുരത്തണമെങ്കിൽ അതിന് ആവശ്യമായ ആയുധ സാമഗ്രികൾ വേണം, അതിന് പണം വേണം. മുസ്ലിം പള്ളികളില്ലാത്ത എന്ത് സമ്പത്താണ്? അല്ല, ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുകൾ കണ്ടെടുത്തിട്ടുള്ളത്. ഈ സമ്പത്തുകൾ ആ ക്ഷേത്രങ്ങളിലെ നിലവറകളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് രാജ്യത്തിന് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകുന്നില്ല. എന്താ അതിന് തയ്യാറാകാത്തത്? ഇപ്പൊ കേരളം വലിയൊരു കടക്കണയിലേക്ക് പോകുന്നു. ആ കടക്കണയിൽ നിന്ന് കരകയറാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു നിലവറ തുറന്നാൽ പോരെ? അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. പുരാതനമായിട്ടുള്ള ഒരു നിധി കുംഭമാണ്. അത് എങ്ങനെ പുറത്തെടുക്കാൻ ഗവൺമെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ശതവർഷങ്ങൾ, അതായത് 10,000 വർഷങ്ങൾ പഴക്കമുള്ള നിധി നിലവറ, അതായത് ഹൈന്ദവർക്ക് പാരമ്പര്യമായി അവകാശമുള്ള, രാജകുടുംബത്തിന് അവകാശമുള്ള
ഒരു നിലവറയിലേക്ക് പട നയിച്ച ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഭയങ്കര ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറുന്നത്? ഭയങ്കര വ്യക്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ടിപ്പു സുൽത്താൻ അങ്ങനെ നല്ല വ്യക്തിയാണെന്നോ ഹരിചന്ദ്രനാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു സുൽത്താനാണ്, സന്യാസിയല്ല. സുൽത്താനാണ്. അദ്ദേഹം ഒരു രാജ്യം ഭരിച്ചിരുന്ന വ്യക്തിയാണ്, യുദ്ധം നടത്തിയിരുന്ന ആളാണ്, ആളുകളെ വെട്ടി കൊലപ്പെടുത്തിയ വ്യക്തിയാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ആരും നല്ല മനുഷ്യരായിട്ട് ഈ ലോകത്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ആ സുൽത്താനെ ഞാൻ കാണുന്നത്, അല്ലാണ്ട് അദ്ദേഹത്തിനെ വെള്ളപൂശാനൊന്നും അല്ല ഞാൻ നോക്കുന്നത്. അപ്പൊ വലിയ പടയോട്ടങ്ങളൊക്കെ നടത്തിയ ടിപ്പു സുൽത്താന്റെ പഴയൊരു പൈതൃകം അല്ലെങ്കിൽ ഓർമ്മകളൊക്കെ പുതുക്കി ഇപ്പോഴും സുൽത്താൻ ബത്തേരി എന്ന പേര് തന്നെ നിർത്തണം. സുൽത്താൻ ബത്തേരി എന്ന പേരിലാണ് അവിടെ സുൽത്താൻ ബത്തേരി ഒരു ക്ലീൻ സിറ്റി എന്നൊരു പദവിയൊക്കെ സുൽത്താൻ ബത്തേരി കിട്ടിയിട്ടുണ്ട്. ആ പേരിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് അത് മാറ്റണമെന്ന് ഒരാഗ്രഹമില്ല. ഇപ്പൊ പെട്ടെന്നൊരു ഗണപതി വട്ടം എന്നൊരു പേര് മാറ്റി ഇടണോന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കത്തില്ല. നമ്മുടെ നാടിന് പൈതൃകമുണ്ട്, അതിന്റെ പഴമയിലേക്ക് തിരികെ പോകുന്നതിന് എന്താണ്? അതിനു മുമ്പ് ഇതിന് പല പേരുകളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ പേരുകളിലേക്ക് ഗണപതി വട്ടത്തിന് അതിനു മുമ്പ് എന്ത് പേരാണ്? കേരളത്തിന്റെ പൈതൃകം തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ ഇനി വരുന്ന തലമുറയും വീണ്ടും ഈ പേരുകളെല്ലാം മാറ്റത്തില്ലേ? അപ്പൊ എങ്ങനെയാണ് അതെങ്ങനെയാണ്? ഏറ്റവും ആദ്യം ഇട്ട പേര് തന്നെയാണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നീട് മധ്യകാലത്ത് സ്വീകരിച്ച പേരോ അവസാന കാലത്ത് സ്വീകരിച്ച പേരോ എങ്ങനെയാണ്? ഭാവിയിൽ വരുന്ന ഭരണാധികാരികൾക്ക് വീണ്ടും മനംമാറ്റം ഉണ്ടായി, വീണ്ടും പഴയ പേരുകളിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോട്ടെ എന്നുള്ളൊരു നിലപാട് വരികയാണ്. പക്ഷെ ഇന്നിന്റെ കാലത്തെ ഒരു നീതി എന്ന് പറയുന്നത് ആ പേരിലേക്ക് തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഭാരതത്തിന്റെ പൈതൃകം വെച്ച് തന്നെ പേരുകൾ നേടണമെന്ന് എന്താണ്? ഭാരതത്തിന്റെ പൈതൃകമല്ല, ഇത്രയും ഇന്ത്യയിൽ വെട്ടിമുറിച്ച് മുറിപ്പാടുകൾ ഉണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. കാരണം ഹൈന്ദവ ക്ഷേത്രങ്ങളും കത്തോലിക്കരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞ പാരമ്പര്യമുള്ളൊരു ഭരണാധികാരിയുടെ ആയുധപ്പുര ഒരു ഹൈന്ദവ ക്ഷേത്രം തകർത്ത് അവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് പഴയതിൻ്റെ പേരിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവിടെ പ്രശ്നം? അവിടെ ഹൈന്ദവ ക്ഷേത്രം തകർത്ത് അവിടെ ആയുധപുരയാക്കി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ കാലത്ത് അതിനെ മതപരമായിട്ട് ചിന്തിക്കാതെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അതിന് ക്ഷേത്രം തകർക്കാതെ വയനാട്ടിൽ എന്തൊരു സ്ഥലമുണ്ട്? ക്ഷേത്രം തകർത്ത് അവിടെ ആയുധപ്പുര തന്നെ, ക്ഷേത്രം തകർത്ത സ്ഥലത്ത് തന്നെ ആയുധപ്പുര നിർമ്മിക്കണമെന്ന് ആർക്കാണ് ഇത്ര പിടിവാശി? ടിപ്പു സുൽത്താൻ അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല. വയനാട് ജില്ലയിൽ അദ്ദേഹം മൈസൂരിൽ നിന്ന് പടയോട്ടം നടത്തി വന്ന് ഓരോ ക്ഷേത്രങ്ങളും വെട്ടിപ്പിടിച്ചു. അതിൻ്റെ ഭാഗമായ ആലുവ മണപ്പുറം വരെ അദ്ദേഹത്തിൻ്റെ പടയോട്ടം എത്തി. ഈ ഒരു പടയോട്ട കാലത്ത് ആയിരക്കണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള, ഇന്നും ഹൈന്ദവ ചരിത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആരാധനാ കേന്ദ്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ടിപ്പുവിനെ പേടിച്ച് അവിടുത്തെ വിഗ്രഹം എടുത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ വെച്ച് ആരാധിച്ചു പോകുന്നൊരു കാലമുണ്ടായിരുന്നു. അത്തരത്തിൽ ഹൈന്ദവരോട് അത്രയധികം ദ്രോഹം ചെയ്ത, ഹൈന്ദവ ദൈവങ്ങളെ നിന്ദിച്ച ഒരു ഭരണാധികാരിയുടെ ഓർമ്മകൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നിലനിൽക്കേണ്ടത്? ഹൈന്ദവരെ ദ്രോഹിച്ചു എന്ന പോയിന്റിനേക്കാൾ അപ്പുറം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നൊരു വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ട് കണ്ടുകൂടാ? അതെങ്ങനെയാണ്? ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തു കൊടുക്കാൻ പറ്റുമോ? അതൊരു ചരിത്രമല്ലേ? അതെന്താ പറയണ്ടേ? ഇതും ഒരു ചരിത്രമാണ്. അമ്പലങ്ങൾ പണിത് അതിന്റെ മുകളിൽ ആയുധപ്പുരകൾ സ്ഥാപിച്ചത് ചരിത്രമാണ്. നമ്മുടെ ഇന്ത്യയെ കാത്ത ഒരു വ്യക്തിയാണ്. അത് എല്ലാ രീതിയിലും പോസിറ്റീവ്. ഇന്ത്യയെ കാത്തതല്ല, മറാത്ത രാജ്യവുമായി മൈസൂർ രാജകുടുംബത്തിന് മൈസൂരും മറാത്തയും തമ്മിലുണ്ടായിരുന്ന പോരാട്ടവും യുദ്ധവും ഒക്കെ ചരിത്രമാണ്. ആ ചരിത്രകാലത്ത് മറാത്തയുമായി പലവട്ടം യുദ്ധങ്ങളുണ്ടായി. ആ കാലത്ത് ടിപ്പു സുൽത്താൻ തന്നെ ഒരുപാട് ആരാധനാലയങ്ങളെ സംരക്ഷിച്ചു നിർത്തിയ ചരിത്രവുമുണ്ട്. കാരണം ശൃംഗേരി മഠത്തിന് മറാത്ത സൈന്യം വന്നാക്രമിച്ച് അതും തകർക്കപ്പെട്ടപ്പോൾ അവിടെ സഹായം എത്തിച്ചത് ടിപ്പു സുൽത്താനാണ്. എന്നാൽ അവിടെ ആ സഹിഷ്ണുത എല്ലായിടത്തേക്കും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. അത്തരത്തിൽ മറാത്ത സൈന്യത്തിൽ നിന്ന് ശൃംഗേരി മഠത്തെ അടക്കം സംരക്ഷിച്ചു നിർത്തിയ ഒരു ഭരണാധികാരിക്ക് എങ്ങനെയാണ് ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നിഷിദ്ധമായത്, അല്ലെങ്കിൽ അത് അശുദ്ധമാക്കാനുള്ള തീരുമാനമുണ്ടായത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഈ ടിപ്പുവിനെ പേടിച്ച് വിഗ്രഹം അമ്പലപ്പുഴ അമ്പലത്തിൽ കൊണ്ടുവച്ച ചരിത്രം അറിയാം. പക്ഷേ അത് ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എന്തിനാണ് ഈ സംസാരിക്കുന്നത്? മതപരമായ അല്ലെങ്കിൽ വർഗീയപരമായ രീതി മതപരമായിട്ട് തന്നെ കാണണം. കാരണം ഹിന്ദുക്കൾക്കെതിരെ ഒരു മുസ്ലിം ഭരണാധികാരി നടത്തിയ ഒരു അധിനിവേശം അവരുടെ ചരിത്രത്തെ തകർക്കുന്ന രീതി അല്ല. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദരാലി അദ്ദേഹം പടയോട്ടം നടത്തി ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും ഹിന്ദുക്കളെ വംശഹത്യ ചെയ്ത ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ പുത്രനായി ജനിച്ച അതേ സാമ്രാജ്യം തന്നെ കയ്യിലേക്ക് എത്തിയ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അതേ വഴിയെ തന്നെ പോയാണ് ഹിന്ദുക്കളെ അടക്കം വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതി നടത്തിയത്.
ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളും അദ്ദേഹം തച്ചുടച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു കണക്ക് പ്രകാരം 8,000-ലധികം ക്ഷേത്രങ്ങൾ എന്തോ അദ്ദേഹം തച്ചുടച്ചിട്ടുള്ളൂ. പക്ഷെ പല ക്ഷേത്രങ്ങളെയും ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളും ചരിത്ര രേഖമാർ രേഖപ്പെടുത്തി. പല ക്ഷേത്രങ്ങളല്ല, ടിപ്പുവിന്റെ കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ ഇപ്പോഴും ആരാധന നടക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ച ക്രൂരതകളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. ക്രൂരത എന്ന് പറയുന്നത് അതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും 2 ക്ഷേത്രങ്ങളിൽ ടിപ്പു സുൽത്താൻ സംരക്ഷിച്ചു നിർത്തി അവിടെ സമ്പത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? അതെ, ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രപരമായ രീതിയിൽ ചിന്തിക്കാതെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ ബ്രിട്ടീഷുകാരെ എന്താ ഹിന്ദുക്കൾക്ക് എതിരെ നിന്ന ആൾക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാരെ ഹിന്ദുക്കൾ മാത്രമേ എതിർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരെ കൊണ്ട് മാത്രം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ? അങ്ങനെയല്ലോ. ഒരു സമുദായത്തിന്റെ ആകെ ആരാധനാ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ആ സമ്പത്ത് കൈവശപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്ത മഹാനാണ് ടിപ്പു സുൽത്താൻ എന്ന് പ്രതിപാദിക്കാൻ ശ്രമിക്കരുത്. എന്താണ് കാരണം? അങ്ങനെയല്ല പറഞ്ഞത്. ഒരു രാജ്യത്തിന് വേണ്ടി ചെലവാക്കേണ്ട പണമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട പണമാണ് അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലുമായിട്ട് അത്രയധികം ഭൂപ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പോലും ഇന്നത്തെ 4 കോടി രൂപയല്ല, അന്നത്തെ 4 കോടി രൂപ. അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഖജനാവിൽ, അദ്ദേഹത്തിന്റെ ഹൈദരാലി എന്ന് പറയുന്ന പിതാവ് മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ മൈസൂരിലെ ഖജനാവിൽ 2 കോടിയിലധികം രൂപയുടെ സമ്പത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 2 ഖജനാവ് ഉണ്ടായിരുന്നതിൽ ഒന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും മറ്റൊന്നിൽ അവശേഷിച്ചത് 2 കോടിയിലധികം രൂപ. അന്നത്തെ 2 കോടിക്ക് ഇന്ന് എത്ര കോടി രൂപ മതിപ്പുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അത്രയധികം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അല്ലാതെ ദാരിദ്ര്യത്തിൽ നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പടനയിച്ച ഒരാളൊന്നുമല്ല. അപ്പോൾ അത്തരത്തിൽ സമ്പന്നനായ ഒരു ഭരണാധികാരിക്ക് എങ്ങനെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ സ്വത്ത് കൊണ്ട് മാത്രമേ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിക്കാൻ സാധിക്കാറുള്ളൂ? അങ്ങനെ പറയുകയാണെങ്കിൽ, റവന്യൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നല്ലോ. ഇപ്പം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും അങ്ങനെയുള്ള സ്വത്തുവകകളും ഒക്കെ എടുത്ത് രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന കുറെ പരിഷ്കാരങ്ങളുണ്ടായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ലാൻഡ് റവന്യൂ പരിഷ്കരണം ടിപ്പു സുൽത്താൻ അക്കാലത്ത് കൊണ്ടുവന്ന ഒന്നായിരുന്നു. അതായത് സിൽക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചതും ടിപ്പു സുൽത്താൻ തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പടം നയിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് കൊണ്ട്, അതായത് യുദ്ധ പീരങ്കികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം പണം ചെലവഴിച്ചിരുന്നു. ഇതിനുള്ള പണത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇതെല്ലാം വെട്ടിപ്പിടിച്ചു എന്നൊരു ചരിത്രം കൂടി. അതെ, അതും വിനിയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഒരു നാട്ടു രാജാവാണ്, അല്ലെങ്കിൽ ഒരു മൈസൂർ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്ന ഒരു സുൽത്താനാണ് അദ്ദേഹം നല്ലവനാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ സുൽത്താൻ, ഇപ്പൊ അശോക ചക്രവർത്തിയാന്ന് പറഞ്ഞാലും ഹിന്ദുക്കളെ മാത്രം ആക്രമിച്ചു എന്നല്ല പറയുന്നത്. അല്ല, ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് എത്തി, ഈ ഇപ്പോ ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആലുവ മണപ്പുറത്തെത്തി, അവിടെ തമ്പടിച്ചുകൊണ്ട് ഈ വടക്കൻ കേരളത്തിലെ ഒട്ടനവധി സിറിയൻ കത്തോലിക്ക ആരാധനാ കേന്ദ്രങ്ങൾ തകർത്തതായി രേഖകളിലുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ മാത്രം ആക്രമണം നടത്തിയ ഒരാളല്ല ടിപ്പു സുൽത്താൻ. ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ട ഭരണാധികാരി തന്നെയാണ് അദ്ദേഹം. അതെ, ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഇവർക്കെതിരെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞത് ഈ ബ്രിട്ടീഷുകാർ തന്നെയല്ലായിരുന്നു. അവർക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയെ പറ്റി എന്തിനാണ് ഇങ്ങനെ മതപരമായ രീതിയിൽ ചിന്തിച്ച് കൊണ്ടുപോകുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു വ്യക്തിക്ക് ജന്മനാട്ടിൽ എന്താണ് വിലയില്ലാത്തത്? ടിപ്പു സുൽത്താന് കർണാടകത്തിൽ എന്ത് വിലയാണുള്ളത്? മൈസൂർ കടുവ എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ട്? പിന്നെ മൈസൂർ കടുവ എന്നൊക്കെ അറിയപ്പെടും. പക്ഷേ ടിപ്പു സുൽത്താന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരു തീരുമാനം കർണാടക സർക്കാർ എടുത്തു. 2019 അതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. കുടകിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. 4 പേരടക്കം കൊല്ലപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ആളുകൾ പോലും ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരിയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ടിപ്പു സുൽത്താൻ അംഗീകരിക്കേണ്ടത്? കേരളത്തിൽ ടിപ്പു സുൽത്താനെ അംഗീകരിക്കണമെന്നല്ല പറയുന്നത്, ആ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ ഈ വാദമാണ് ഇപ്പൊ നിലവിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്രയും ക്ഷേത്രങ്ങൾ തകർത്ത ഒരു ഭരണാധികാരിയോടുള്ള പ്രതിഷേധമായിട്ട് വേണം അതിനെ കാണാൻ. എന്തിനു വേണ്ടി ഇപ്പൊ അങ്ങനെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോ ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പൊ ശബരിമലയിലേക്കുള്ള പാത, ശബരിമല കയറി വരുന്ന പാതയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? വിജയ് മല്യ നിർമ്മിച്ചു കൊടുത്ത ഒരു റോഡാണ് ആ കാണുന്നത്. ശരിക്കും ആദ്യം തകർക്കപ്പെടേണ്ടത് ആ പേരാണ്. അവിടെ ജനങ്ങളുടെ നികുതിപ്പണം അപഹരിച്ച് വിദേശത്തേക്ക് കടന്നുപോയ ഒരു കള്ളന്റെ പേരിൽ ഇന്നും ശബരിമലയിലെ ആ റോഡ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതും മാറ്റണമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഗണപതി വട്ടം എന്ന പേര്, ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്ന പേര്. അത് മാറ്റി പഴയ പൈതൃകത്തിലേക്ക് പോകണമെന്നാണ്
പറയുന്നത്. പഴയ പൈതൃകം അങ്ങനെയാണെങ്കിൽ ഇപ്പം നിലവില് ഇപ്പം നമ്മൾ വടക്കേന്ത്യയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞിട്ടൊരു ശുപാർശ പോയിട്ടുണ്ട്, റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അഹമ്മദാബാദിന്റെ പേര് കർണവതി എന്നുള്ള പേരാക്കി മാറ്റണമെന്ന് പറഞ്ഞിട്ടൊരു ശുപാർശ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പേര് മാറ്റിക്കൊണ്ട് ഇതൊക്കെ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് അവരൊക്കെ അടിച്ചമർത്തി വെച്ചിരുന്ന പ്രദേശങ്ങളാണ്. അവിടെ വലിയ രീതിയിലുള്ള ഹിന്ദു വംശഹത്യ അടക്കം നടന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഭിന്നിപ്പിച്ച് ആക്രമിച്ചു ഭരിച്ച ഭരണാധികാരികളുടെ പേരുകൾ എന്തിനാണ് ഇക്കാലത്തും പേറി നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഇല്ലാത്തൊരു ഹിന്ദു സ്നേഹം ഇപ്പോൾ ഉണർന്നു വരുന്നത്? ഇപ്പോഴാണ് രാജ്യം അതിന്റെ പഴയ മതേതര മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഉണ്ടാകുന്ന എല്ലാ സ്റ്റേഡിയങ്ങള്, എയർപോർട്ടുകൾ എല്ലാം ഒരു ഹിന്ദു ടച്ചുള്ള പേരുകളാണ് വരുന്നത്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ല. മതേതര രാഷ്ട്രമാണ്. മതേതര രാഷ്ട്രമല്ലാതെ പ്രിയാമ്പിളും ഇനി തിരുത്താൻ പോവാണോ? ഇപ്പോൾ അത് എക്കാലത്തായിരുന്നു ഇന്ത്യ മതേതരം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മതേതര നിലപാട് വെച്ച് മുമ്പോട്ട് പോകാൻ ഭാരതത്തിന് പറ്റില്ല. അപ്പോൾ ഭാരതം അതിന്റെ പഴയ പൈതൃകത്തിലേക്ക് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ്. പൈതൃകം എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും സഹോദരന്മാരല്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രിയാമ്പിൾ പറയുന്നത് എന്താണ്? നമ്മൾ ഇതൊരു പരമാധികാര രാഷ്ട്രമാണ്, മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു മതസൗഹാർദ്ദമാണ്. മതേതരം അല്ലാതാകുമ്പോൾ എങ്ങനെയാണ് മതസൗഹാർദ്ദം തകരുന്നത്? അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പൊ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതലുള്ള സമുദായം എന്താണ്? ഹിന്ദുവാണ്. അപ്പൊ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണോ? മറ്റുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ആരും നിഷേധിക്കുന്നില്ല. ആരാണ് നിഷേധിക്കുന്നത്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഹിന്ദുക്കൾ കൂടുതലുണ്ടെന്ന് കരുതി അതൊരു ഹിന്ദു രാഷ്ട്രമായി മാറില്ല. ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അങ്ങനെയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള കാലം വരെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. അത് അംഗീകരിക്കില്ല. മറ്റ് മതസ്ഥര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് അംഗീകരിക്കപ്പെടുന്നില്ല. അറിയാതെ നിങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ? ഇതിപ്പോ ഇങ്ങനെ പേര് മാറ്റുമ്പോ അംഗീകരിക്കപ്പെട്ടില്ല. പറഞ്ഞില്ലേ എത്ര റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റി, വിമാനത്താവളങ്ങളുടെ പേര് മാറ്റി. റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ്? അയോധ്യാധാം. മഹർഷി വാൽമീകി അയോധ്യാധാം. അതെന്താണ് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത്? അങ്ങനെ ഒരു പേരാണ് അതിന് ഏറ്റവും അനുയോജ്യമായ പേര്. അയോധ്യ എന്നുള്ളൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ശ്രീരാമന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് വാൽമീകി എന്ന രാമായണം എന്ന മഹാകാവ്യം എഴുതിയ ഒരു മഹർഷിയുടെ പേര് അവിടെ വിമാനത്താവളത്തിന് സ്വീകരിച്ചാൽ എന്താണ്? അതിൽ ആർക്കാണ് പ്രശ്നം വരുന്നത്? അയോധ്യ എന്ന പേര് മാറ്റിക്കഴിഞ്ഞു നിങ്ങൾ ഓൾറെഡി ആ സ്ഥലത്തിന്. എന്തായിരുന്നു അതിന്റെ പേര്? ഫൈസാബാദ് എന്ന പേര് മാറിയാണ് അയോധ്യ എന്നുള്ള പേരിട്ടത്. നിങ്ങൾ അങ്ങനെ ഹിന്ദുപരമായ പേരുകൾ ഇങ്ങനെ ഇട്ടിട്ട് വരികയാണ് എല്ലാ കാര്യത്തിലും. സ്റ്റേഡിയം ആയാലും റോഡായാലും സ്ഥലങ്ങളുടെ പേരായാലും എല്ലാത്തിന്റെയും പേര് ഒരു ഹിന്ദു ടച്ചിൽ പോവുകയാണ്. അപ്പൊ ഇത് ഒരു അടിച്ചമർത്തലല്ലേ? ഹിന്ദുക്കൾ മാത്രം മതി, ഹിന്ദുക്കളുടെ പേരുകൾ മാത്രം മതി എന്നുള്ളത്. അത്രയധികം ഹൈന്ദവ ദേവന്മാർക്ക് അത്രയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലാണ് ഈ മുഗൾ രാജവംശങ്ങൾ അവരുടെ അജണ്ട പ്രകാരം അവരുടെ താല്പര്യമുള്ള പേരുകൾ നിർണയിച്ചത്. അതിൽ നിന്നൊരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടെ പ്രത്യേകിച്ച് അവിടെ ഉള്ള ജനസംഖ്യ ഏറ്റവും അധികം ഹിന്ദുക്കളാകുമ്പോൾ അവർക്ക് താല്പര്യമുണ്ട് അവരുടെ പഴയ അവരുടെ ഒരു പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. ഈ ഭാരതീയ പൈതൃകം എന്നതിലുപരി ഈ പേരുമാറ്റം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പേരുമാറ്റം കൊണ്ട് മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകണം. ഒരു വർഗീയത കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വർഗീയത. ഗണപതി വട്ടം എന്ന പേര് ചിന്തനം നടത്തുമ്പോൾ എന്താണ്? സുൽത്താൻ ബത്തേരി തന്നെ പുനർചിന്തനം നടത്തുമ്പോഴല്ല, സുൽത്താൻ ബത്തേരി എന്നുള്ള നിലവിലുള്ള പേര് മാറ്റി ഇപ്പൊ ഗണപതി വട്ടം എന്ന പേരാക്കുന്നതിലൂടെ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് അവിടെ തകർക്കാൻ നോക്കുന്നത് അല്ലെ? പേര് മാറ്റത്തിലൂടെ തന്നെ അവിടെ ഒരു വർഗീയത കൊണ്ടുവരാൻ നോക്കുന്നു. സുൽത്താൻ ബത്തേരി എന്ന പേരായിരുന്നു ആ പ്രദേശത്തിന് അതിന്റെ തുടക്കകാലം, അതിന്റെ ഉത്ഭവകാലം മുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ആരും പേര് മാറ്റില്ല. ആ പേരിൽ തന്നെ അറിയപ്പെട്ടേനെ. കാരണം ഇപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കാം, സുൽത്താൻ ബത്തേരി എന്നാണ് അതിന്റെ പേര്. പിൽക്കാലത്ത് ഇവിടുന്ന് സാമൂതിരി ഒരു പട നയിച്ച് സുൽത്താൻ ബത്തേരിയിലെത്തി അവിടുത്തെ പേര് മാറ്റി ഗണപതി വട്ടമെന്നാക്കി. അവിടെ ഇന്ന് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുകയാണ്, ഇപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കൾ പറയുകയാണ് അവിടെ ആ ഗണപതി വട്ടം എന്ന പേര് മാറ്റി അതിൻ്റെ പഴയ പേര് സുൽത്താൻ ബത്തേരി എന്ന പേരിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് കെ സുരേന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ സുൽത്താൻ ബത്തേരി പണ്ട് പുരാതന കാലം മുതൽക്കേ നിലനിരുന്ന ഒരു പേരാണ് സുൽത്താൻ ബത്തേരി. പണ്ട് പുരാതന കാലം മുതലല്ല, 1700 ശേഷം. ഓക്കെ, അന്ന് തൊട്ട് ഇന്ന് വരെ സുൽത്താൻ ബത്തേരി എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അന്നോട്ട് അല്ലേ? സുൽത്താൻ ബാറ്ററി. ഓക്കെ, സുൽത്താൻ ബാറ്ററി ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്നു. നിലവിൽ ഇപ്പോ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ട് വരേണ്ടതിന്റെ ആവശ്യകത എന്താ? അതായത് ഹൈന്ദവർക്ക് അത്രയധികം വൈകാരികതയുള്ള ഒരു പ്രദേശമാണ് അവിടെ ഒരു ക്ഷേത്രം.
ആ ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് നിർമ്മിച്ച ആയുധപ്പുരയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച അല്ലെങ്കിൽ ആ വിശേഷണത്തിന് അർഹമായ ഒരു സ്ഥലപ്പേര് മാറ്റണമെന്നത് അവിടുത്തെ ഹൈന്ദവ ജനതയുടെ ചിന്തയായിരിക്കാം. ഹൈന്ദവരിലൂടെ വോട്ട് നേടി ജയിക്കാം എന്നൊരു ഇതില്ലേ? അതെങ്ങനെയാണ്? സുൽത്താൻ ബത്തേരിയിലെ മേജോറിറ്റി ആരാ? സുൽത്താൻ ബത്തേരി. പിന്നെ എന്തിനു നിങ്ങൾ ഇങ്ങനെ പേര് മാറ്റി? വയനാട് ലോക്സഭാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കെ സുരേന്ദ്രൻ ജയിക്കുവാണെങ്കിൽ മാറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. ജയിക്കുവാണെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല, ഒരാളെ കൊണ്ട് പറ്റില്ല. കാരണം കേരളത്തിൽ BJP MLA-മാരില്ലാത്ത സ്ഥിതിക്ക് ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന നിയമസഭയിലുള്ള MLA-മാരെ ചർച്ച ചെയ്ത് ഒരു റിക്വസ്റ്റ് അയക്കണം കേന്ദ്രത്തിന്. ആ റിക്വസ്റ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ കെ സുരേന്ദ്രനാണ് ഈ റിക്വസ്റ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു MLA ആ നിയമസഭയിൽ ഉണ്ടായിരിക്കണം. എല്ലാ കാലത്തും MLA-മാരില്ലാത്ത പാർട്ടിയെ BJP തുടരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല ചോദ്യത്തിൽ അങ്ങനെ പറയരുത്. നിലവിലില്ലാത്ത സ്ഥിതിക്ക് ഈ വാദം രാജ്യത്ത് ഒന്നുമല്ലാതിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ത്യ പിടിച്ച ഒരു പാർട്ടിയാണ് BJP. ആ BJP എന്ന പ്രസ്ഥാനം കേരളം ഭരിക്കില്ല എന്ന് കേരളം ഭരിക്കില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നതിന് മുന്നേ ഒരു വട്ടം ഒന്ന് ആലോചിക്കണം. കാര്യം ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ MLA-മാര് നിയമസഭയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു പ്രമേയം പാസ്സാക്കണം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു പേര് മാറ്റൽ അനിവാര്യമാണ്. അതിന്റെ എല്ലാ രീതിയിലുള്ള തെളിവുകളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു. അപ്പോഴും ടിപ്പു സുൽത്താനോടുള്ള ആരാധന കേരളത്തിലെ നിയമസഭാ ആരാധനയല്ല, അവിടെ നോക്കുന്നത് തെളിവുകളാണ്. പിന്നെന്താണ് നിങ്ങൾ തന്നെയാണ് പറയുന്നത് ടിപ്പു സുൽത്താൻ ഒരു സ്വാതന്ത്ര്യ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം പൊക്കിക്കൊണ്ട് വന്നത് കെ സുരേന്ദ്രനാണ്. അത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പേരിന്റെ വിഷയം തന്നെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നിനുമല്ല. ഇങ്ങനെ ഒരു വിവാദം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊരു ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. ഇത് നടപ്പാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJP-യുടെ MLA-മാരെങ്കിലും ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം. സംസ്ഥാന അധ്യക്ഷനല്ലേ ആയുള്ളൂ, വേറെ പദവിയൊന്നും കേറിയിട്ടില്ലല്ലോ. വേറെ പദവിയിലേക്ക് BJP വരില്ലെന്ന് ആര് കണ്ടു? ഭാവിയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഭാവിയാണ്. ഇപ്പോ അതിന്റെ പേര് മാറ്റണം എന്നല്ല പറഞ്ഞത്, ഭാവിയിൽ പേര് മാറ്റണം. അത് മാത്രല്ല, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും വയനാട്ടിനെ സംബന്ധിച്ച്. ഒരു പേര് മാറ്റി ഞാൻ നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ അതെന്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം? അത്രയധികം ചരിത്രത്തോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. വയനാട് ജില്ലയിലേക്ക് ഒരാൾ ഒരു ടൂർ പോവുകയാണ്. അയാൾ വയനാട്ടിലെ കാട് മാത്രം കാണാനല്ല പോകുന്നത്, അവിടുത്തെ ഗുഹാക്ഷേത്രങ്ങൾ, അവിടുത്തെ കരിങ്കൽ ശില്പങ്ങളൊക്കെ അവരുടെ ഓർമ്മകളിലേക്ക് വരും. അത്തരത്തിൽ പൈതൃകത്തിൽ അത്രയധികം പാരമ്പര്യമുള്ള ഒരു പ്രദേശമായിരിക്കെ വയനാട്ടിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നെന്ന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ടിപ്പു സുൽത്താനെ ഓർമ്മിക്കപ്പെടണോ? ജന്മനാട്ടിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പേര് സ്ഥാപിച്ചത്? കേരളത്തിൽ അദ്ദേഹം സ്ഥാപിച്ച പേരാണ്. ബ്രിട്ടീഷുകാർ ഇട്ട പേരാണ് സുൽത്താൻ ബത്തേരി. ബ്രിട്ടീഷുകാർ ഇട്ട പേര് മാറ്റിക്കൂടായുണ്ടോ? അങ്ങനെയല്ല, മാറ്റിക്കോ. 18-ാം നൂറ്റാണ്ട് തൊട്ട് ഇവിടെ പേര് മാറ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റുന്നതിൽ പ്രശ്നമൊന്നും കൊണ്ടുവന്നത് എന്തിനാണ് എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ ചോദ്യം. സുൽത്താൻ എന്ന പേരാണ് ഇപ്പൊ നിലവിലെ പ്രശ്നം. സുൽത്താൻ എന്ന പേര് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, അത് അംഗീകരിക്കണം. പേര് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, സുൽത്താൻ എന്ന് പറഞ്ഞൊരു, അതായത് ടിപ്പു സുൽത്താനെയാണ് എതിർക്കുന്നതല്ല, എല്ലാ സുൽത്താൻമാരെയല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നല്ല നേരോടെ മതസൗഹാർദ്ദപരമായിട്ട് പൊരുതി ഒട്ടനവധി രാജാക്കന്മാരുണ്ട്. അവരുടെ ഓർമ്മകളൊക്കെ വിസ്മരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഒരു ക്രൂരനായ വിഭാഗീയത കൊണ്ടുവന്ന ഒരു ഹൈന്ദവ വിരോധിയായ ഒരു സുൽത്താനെ വാഴ്ത്തപ്പെടേണ്ടത് എങ്ങനെയാണ്? ഹൈന്ദവ വിരോധി അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. സ്വാതന്ത്ര്യ സമരമൊന്നും അതിന് പറയാൻ പറ്റില്ല. കാരണം ഫ്രഞ്ചുകാരുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കി അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഭാരതത്തിൽ നിന്ന് തുരത്തി അവിടെ അദ്ദേഹത്തിന് ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് അതിന്റെ സുൽത്താനായി വാഴണം. ആ ചിന്തയിൽ മാത്രമാണ് ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാലഘട്ടമല്ലേ എന്ന്. അപ്പോ ആ സമയത്ത് അദ്ദേഹം, ഞാൻ പറയുന്നില്ല, ആദ്യമേ ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ല ആളാണ് എന്ന് പറഞ്ഞു. ഒരാൾക്ക് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പം ടിപ്പു സുൽത്താൻ നാട് ഭരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടുരാജ്യത്തിനെതിരെ പോരാടാൻ വന്നതുകൊണ്ടാണ് അദ്ദേഹം ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം ഉണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അയാൾ മൈസൂർ രാജ്യത്തെ രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ. കേരളത്തിലേക്ക് വന്നപ്പോൾ പുള്ളി എന്തായത്? കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെ കീഴടക്കി അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിച്ച് നിന്ന ഒരു ശക്തിയെ ഇല്ലാതാക്കി
അവിടെ അയാൾ സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മൈസൂർ രാജാവായിട്ടുള്ള ടിപ്പു സുൽത്താനെ ഭയപ്പെട്ടിരുന്നത്? ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പഴശ്ശിരാജയെ വയനാട് അതെ ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത്. ടിപ്പു സുൽത്താൻ മൊത്തത്തിൽ ഹൈന്ദവ വിരുദ്ധനായിരുന്നു എന്നാണ് പറയുന്നത്. അതെ, ഹൈന്ദവ വിരുദ്ധനായിരുന്നു. കാരണം തൻ്റെ 2 കരവാളുകളിലൊന്നിൽ പേർഷ്യനിൽ തൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവരെ കൊന്നൊടുക്കണമെന്ന് ആലേഖനം ചെയ്ത വാളുമായി നടന്നൊരു ഭരണാധികാരി ഹൈന്ദവ വിരുദ്ധൻ എന്ന് തന്നെയാണ് പിന്നെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും ടിപ്പു സുൽത്താൻ പോയിട്ടുണ്ട്, അവിടുത്തെ ജ്യോതിഷിമാരെ കണ്ടിട്ടുണ്ട്, അവരുടെ അടുത്തുനിന്ന് ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹൈന്ദവ വിരുദ്ധനാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ നയത്തിൽ പോകേണ്ട നിൽക്കേണ്ട, ആവശ്യമില്ല. അതായത് ആ കേരളത്തിൽ നാട്ടുരാജാക്കന്മാരിൽ അത്രയധികം ശക്തിയുള്ള ആളുകളുടെ ഭരണത്തിലെത്തിയ ആ പ്രദേശങ്ങളിൽ ഹൈന്ദവർ ഒരു സിംഹഭാഗമുള്ള ഒരു പ്രദേശങ്ങളിൽ അവിടങ്ങളിൽ അദ്ദേഹത്തിന് ശക്തി കൊണ്ട് പിടിച്ചിരിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടായിരിക്കാം. ആ സമയത്ത് നയത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ട സാഹചര്യമായിരിക്കാം. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ തകർത്തതുപോലെ അവിടുത്തെ ക്ഷേത്രങ്ങൾ ഒക്കെ തകർക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പടയോട്ടക്കാലം ശ്രദ്ധിച്ചാൽ അക്കാലത്ത് ഗുരുവായൂരും മമ്മിയൂരും തിരുനാവായും അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ ടിപ്പു സുൽത്താന്റെ കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ചരിത്ര രേഖകളാണ്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർത്തതാര? ടിപ്പു സുൽത്താനാ. അങ്ങനെ പല തിരുവങ്ങാട് ക്ഷേത്രം തലശ്ശേരിയിലെ, അങ്ങനെ പല ക്ഷേത്രങ്ങൾ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നശിക്കുകയുണ്ടായി.